നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധത്തെ ആണവായുദ്ധ സംഘർഷമാക്കി മാറ്റില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇനി ഇത് എപ്പോൾ മാറ്റി പറയും, പിന്നീട് എപ്പോൾ തിരുത്തി പറയും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അമ്മാതിരി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മൂപ്പര് ഇമാതിരി ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് പക്ഷേ മറ്റെല്ലാം പോലെ തള്ളിക്കളയേണ്ട വിലയല്ല ഉള്ളത്. വലിയ മാനങ്ങൾ ഈ പ്രസ്താവനയ്ക്കുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതെന്തുകൊണ്ടാണ്? അമേരിക്ക ഇറാനെതിരെ യുദ്ധം ചെയ്ത് ഉള്ള ആയുധങ്ങളെല്ലാം തീർത്തു എന്നും ഇനി ആണവായുധം പോലെ ചില്ലറ സംഭവങ്ങളെ കയ്യിൽ ബാക്കിയുള്ളൂ എന്നും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇറാൻ യുദ്ധത്തിലെ ആയുധ പ്രയോഗങ്ങൾ ഇനി US അടിവേരിളക്കും എന്നുമുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ട്രംപ് പറയുന്നത് ഇതുവരെയുള്ള ആണവ ആയുധ പദ്ധതികളൊന്നും ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കില്ല, ആണവായുധങ്ങളൊന്നും ഉപയോഗിക്കില്ല, മറ്റ് ആയുധങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ശരിയായി എന്ന്. അതിൻ്റെ ഒടുവിലത്തെ സൂചനയായി അമേരിക്ക നേരിടുന്ന പ്രതിസന്ധിയുടെ ഒടുവിലത്തെ സൂചനയായി ട്രംപിൻ്റെ വാക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഞെട്ടിക്കുന്ന ആയുധ പ്രതിസന്ധിയിൽ US പെട്ടിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വരുന്നത്. അത് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുകയാണ്. ട്രംപിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ തുടർച്ചയായി വരുന്ന വിവരങ്ങളും വെച്ചുകൊണ്ട്. അതിനു മുമ്പ് ആദ്യം ട്രംപ് പറഞ്ഞതിൻ്റെ വിശദാംശം നോക്കാം. പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇപ്പോൾ തന്നെ ഇറാൻ ഫുള്ളായി നശിച്ചു. ഇറാനെ നമ്മൾ തകർത്ത് തരിപ്പണാക്കി. ഇനി എന്തിന് ആണവായുധം പ്രയോഗിക്കണം? ആണവായുധം ആരും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സമാധാന കരാറിൽ ഏർപ്പെടാൻ ഇറാനുള്ള സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വൈകിയാൽ പ്രശ്നം വഷളാവും എന്നാണ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ പരമ്പരാഗത ആയുധങ്ങൾ കൊണ്ട് തന്നെ ഇറാൻ തകർന്നത് പക്ഷേ ലോകം കാണുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. ട്രംപ് മാത്രം കാണുന്ന ആ കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നത്. പരമ്പരാഗത ആയുധങ്ങൾ കൊണ്ട് ഇറാനെ പൂർണ്ണമായിട്ട് തകർത്തു എന്ന്. എന്തുകൊണ്ടാണ് ട്രംപ് അങ്ങനെ പറയുന്നത്? അമേരിക്ക ഇത്രയും കാലം ആർജിച്ചെടുത്ത, സ്റ്റോക്ക് ചെയ്ത, വലിയ സമ്പത്ത് ചെലവ് ഇട്ടുണ്ടാക്കിയെടുത്ത വമ്പൻ ആയുധങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിൽ പൊട്ടിച്ചു തീർത്തു അത്രേ. എന്നിട്ടോ ലക്ഷ്യത്തിൻ്റെ 7 അയലത്തെത്തിയതുമില്ല. ഈ സാഹചര്യത്തിൽ ആയുധപ്രയോഗം സാർത്ഥകമായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തണം. അതിനാണ് ട്രംപിൻ്റെ ശ്രമം. അതുകൊണ്ട് ആണവായുധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഉള്ള ആയുധങ്ങൾ, പരമ്പരാഗത ആയുധം കൊണ്ടെല്ലാം തീർത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല, സമാധാന കരാറിലേക്ക് ഉടൻ ഇറാൻ വരണം എന്നതിൻ്റെ മറ്റൊരർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളെല്ലാം തീർന്നുടോ, ഒന്ന് നിർത്താൻ തയ്യാറാവൂ എന്നാണ്. എന്തുകൊണ്ടാണ് ആ പ്രസ്താവനയെ അങ്ങനെ വിലയിരുത്തുന്നത്? അതിന് പ്രധാനമായി പശ്ചാത്തലമായി ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയുടെ നിലവിലെ അവസ്ഥ തന്നെ. ഇറാനെതിരെയുള്ള ആയുധങ്ങളൊക്കെ വെച്ച് ചറപറ ഇറാനെതിരെ യുദ്ധം ചെയ്തിട്ട് സ്റ്റോക്ക് അമേരിക്കയുടെ കയ്യിൽ തീരുക എന്ന് പറഞ്ഞാൽ ചില്ലറ തീരലല്ല. സാമ്പത്തിക മേഖലയുടെ അടിവേരിളക്കും വിധത്തിലൊരു തീരൽ. അമേരിക്ക ചെലവാക്കിയ തുകയും കത്തിച്ചു തീർത്ത ആയുധങ്ങളും ഭാവിയിൽ US അതിൻ്റെ തുടർച്ചയായി അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധിയും എല്ലാം വിലയിരുത്തി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് അടുത്തതായി നോക്കാം. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ യുദ്ധം മൂലമുണ്ടായ ഏറ്റവും വലിയ നഷ്ടം അത്യാധുനിക ആയുധ ശേഖരത്തിലുണ്ടായ വലിയ ഇടിവാണ്. അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനിക മിസൈലുകളിൽ ഭൂരിഭാഗവും ഇറാനെതിരെ പ്രയോഗിച്ചതായും ഈ കുറവ് പരിഹരിക്കാൻ സാമ്പത്തികമായും അല്ലാതെയും വലിയ അധ്വാനം US വേണ്ടിവരും എന്നുമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിന്റെ അന്തസത്ത. ഇതുവരെ US സൈന്യത്തിനുണ്ടായ ചെലവ് 28 ബില്യൺ മുതൽ 35 ബില്യൺ ഡോളർ വരെ ആണ് എന്ന കണക്കാണ് പുറത്തു വരുന്നത്. അതായത് ഏകദേശം 3.3 ലക്ഷം കോടി രൂപ. ഒരു ദിവസം 1 ബില്യൺ ഡോളർ ആണ് ഇറാൻ യുദ്ധത്തിന് ചെലവഴിക്കുന്നത്. ശരാശരി 50,000 കോടി രൂപ അതിലധികം ആയുധങ്ങൾക്ക് മാത്രമായി ചെലവഴിച്ചു. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ 46,000 കോടിയിലധികം രൂപ ചെലവായി. അതായത് 5.6 ബില്യൺ ഡോളർ. ഭാവിയെ പോലും പരിഗണിക്കാതെ ട്രംപ് ഭരണകൂടം നടത്തിയ യുദ്ധം ആയി ഇറാൻ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ച് ഒരു ദുരന്തമായി മാറുകയാണ്. മാത്രമല്ല, യുദ്ധത്തിലെ നീക്കങ്ങൾ ഓരോ ദിവസവും പാളിപ്പോകുകയും അടിവേരിളക്കും വിധം സാമ്പത്തിക ബാധ്യത രൂപപ്പെടുകയും ആയുധ പ്രയോഗങ്ങൾ ആ മട്ടിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയധികം ആയുധങ്ങൾ ഉപയോഗിച്ചത് അമേരിക്കയുടെ ഭാവി സുരക്ഷയെ ബാധിക്കും എന്ന ആശങ്ക US സുരക്ഷാ വിദഗ്ധർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ കരുതി വച്ചിരുന്ന ആയുധ ശേഖരമടക്കം കാലിയായ മട്ടാണ്. നിലവിൽ അത്തരമൊരു പ്രതിസന്ധി രൂപപ്പെട്ടാൽ അത് പ്രതിരോധിക്കാനുള്ള ശക്തി അമേരിക്കയ്ക്കില്ല എന്നും തീർന്നുപോയ ആയുധങ്ങൾ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും എന്നുമാണത്രേ പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ശത്രുക്കൾക്കെതിരായി പ്രതിരോധം തീർക്കാൻ അമേരിക്ക തയ്യാറാക്കി വെച്ചിരുന്ന 1500 മിസൈലുകളാണ് അമേരിക്കക്കുണ്ടായിരുന്നത്. ശതകോടികൾ ചെലവിട്ടുണ്ടാക്കിയ ആയുധശേഖരം. ഇതിൽ 1100 മിസൈലുകളും ഇറാനെതിരെ ഉപയോഗിച്ചു കഴിഞ്ഞു.
അതിനു പുറമെ 1000-ലധികം ടോമാഹോക്ക് മിസൈലുകളും 1200 പാട്രിയറ്റ് മിസൈലുകളും പ്രയോഗിച്ചു. ഇതിൽ ഒരു പാട്രിയറ്റ് മിസൈലിന് മാത്രം $4 മില്യൺ ചെലവാണത്രേ. അതായത് 33 കോടിയിലധികം ഇന്ത്യൻ രൂപ. അപ്പൊ പിന്നെ 1200 മിസൈലുകളുടെ വില കൂട്ടി നോക്കൂ, 39,600 കോടിയോളം വരുമത്രേ. ഏത് പാട്രിയറ്റ് മിസൈലിന്റെ മാത്രം ചെലവ്. അത്ര തന്നെ ചെലവ് വരുന്ന ടോമാഹോക്ക് മിസൈലുകളുടെ ചെലവൊക്കെ പിന്നാലെയുണ്ട്. സൈന്യം 1000-ലധികം ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചു. നിലവിൽ ഓരോ വർഷവും അവർ വാങ്ങുന്നതിനേക്കാൾ ഏകദേശം 10 മടങ്ങ്. ഫെബ്രുവരി അവസാനം ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുമായി ഭാവിയിൽ സംഘർഷമുണ്ടായാൽ പ്രതിരോധിക്കാൻ വേണ്ടി കൂടി മുൻകൂട്ടി നിർമ്മിച്ചു സൂക്ഷിച്ചു വെച്ചിരുന്ന ഏകദേശം 1100 ദീർഘദൂര സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ അമേരിക്ക ഇറാനിൽ പ്രയോഗിച്ചു. ഇറാൻ യുദ്ധം US സൈന്യത്തിന്റെ ആഗോള യുദ്ധോപകരണ വിതരണത്തെ തന്നെ ബാധിച്ചു. ഏഷ്യയിലെയും യൂറോപ്പിലെയും കമാൻഡുകളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ബോംബുകൾ, മിസൈലുകൾ, മറ്റ് ഹാർഡ്വെയർ ഒക്കെ എത്തിക്കാൻ പെന്റഗണിനെ നിർബന്ധിതമാക്കി. ഈ കുറവ് പരിഹരിക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ അമേരിക്കയെ നിർബന്ധിതരാക്കിയിട്ടുണ്ടെന്ന് ട്രംപ് ഭരണകൂടവും ഉദ്യോഗസ്ഥരും പറയുന്നു. അവരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അതത്ര എളുപ്പമല്ല. നഷ്ടപ്പെട്ട ആയുധങ്ങളുടെ തോത് അത്രമാത്രം വലുതാണ്. നിലവിലെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് വലിയ ബാധ്യത സൃഷ്ടിക്കും. 2 ആഴ്ച മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് 38 ദിവസത്തെ യുദ്ധത്തിൽ എത്ര യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന് പ്രതിരോധ വകുപ്പ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 13,000-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി പെന്റഗണിനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. ഇത് ഔദ്യോഗിക വിവരമല്ല, ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. എന്നാൽ യുദ്ധവിമാനങ്ങൾ, ആക്രമണ വിമാനങ്ങൾ, പീരങ്കികൾ ഇവയൊക്കെ സാധാരണയായി വലിയ ലക്ഷ്യങ്ങൾക്കെതിരെ നിരന്തരം അണിനിരത്തി കഴിഞ്ഞതിനാൽ ആയുധങ്ങളുടെ ഉപയോഗത്തിൽ കാര്യമായ നിയന്ത്രണമേ ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ ചെലവഴിച്ചു. എങ്ങനെയെങ്കിലും ഇറാനെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ അമിതമായി ഉപയോഗിച്ചു. ആയുധ ഉപയോഗത്തിന് അനുസൃതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനോ കഴിഞ്ഞുമില്ല. മാത്രമല്ല, അത്യാധുനിക ആയുധങ്ങളുടെ പ്രയോഗം പ്രതീക്ഷയെല്ലാം തകർക്കും വിധത്തിൽ ആനുപാതികമായ വിജയത്തിലേക്ക് യുദ്ധത്തെ എത്തിച്ചില്ല. പലപ്പോഴും ഇറാൻ സൈന്യം അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയും US-നെ ഞെട്ടിച്ചു. ചൈനീസ് വിവര സാങ്കേതിക സംവിധാനങ്ങളും ഉപഗ്രഹ സഹായങ്ങളും അടക്കം ലഭ്യമാക്കി ഇറാൻ തിരിച്ചടിച്ചതും പ്രതിരോധിച്ചതും യുദ്ധ നിരീക്ഷകരെ പോലും അതിശയിപ്പിച്ചു. നിലവിലെ ഉൽപാദന നിരക്കിൽ ഞങ്ങൾ ചെലവഴിച്ചത് പുനഃസ്ഥാപിക്കാൻ വർഷങ്ങളെടുക്കും എന്ന് ആയുധ സേവന കമ്മിറ്റിയിലെ ഡെമോക്രാറ്റിക് പ്രതിനിധി സെനറ്റർ ജാക്ക് റീഡ് നടത്തിയ പ്രതികരണം ന്യൂയോർക്ക് ടൈംസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ US-ന് നിലവിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റും പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം അമേരിക്കയ്ക്കുണ്ട്. ആവശ്യത്തിലധികം ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും സ്വദേശത്തും ലോകമെമ്പാടും സൂക്ഷിച്ചിട്ടുണ്ട്. മാതൃരാജ്യത്തെ ഫലപ്രദമായി സംരക്ഷിക്കാനും കമാൻഡർ ഇൻ ചീഫിന്റെ നിർദ്ദേശപ്രകാരം ഏത് സൈനിക നടപടിയും നേടാനും ഇത് സഹായിക്കുന്നു എന്നും കരോലിൻ ലിവിറ്റ് പറയുന്നു. എന്നാൽ പെന്റഗൺ ഫണ്ട് കണ്ടെത്താൻ പാടുപെടുന്നതിനാൽ വികസിപ്പിച്ച ഉൽപാദനം ആരംഭിക്കാൻ യഥാർത്ഥത്തിൽ ഒരു നീക്കവും ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ ഇതുവരെ യുദ്ധത്തിന്റെ ചെലവ് 25 ബില്യൺ മുതൽ 35 ബില്യൺ ഡോളർ വരെയാണ് എന്ന് ഒന്നാം ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന പെന്റഗൺ ഉദ്യോഗസ്ഥനായ എലൈൻ മക്കസ്കറിനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ടത് അസാധാരണ പ്രതിസന്ധികളാണ്. പ്രത്യാക്രമണത്തിനപ്പുറത്തായിരുന്നു പ്രതിരോധം. US-ന് വെല്ലുവിളികളില്ലെന്ന് കരുതി ആക്രമിക്കാൻ പറഞ്ഞുവിട്ട വിലപിടിപ്പുള്ള അത്യാധുനിക ആയുധങ്ങളിൽ പലതും ഇറാൻ പുല്ലുപോലെ തകർത്തു കളഞ്ഞു. ഇറാനിൽ തകർന്നു വീണ ഒരു വ്യോമസേന ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ 2 MC-130 കാർഗോ വിമാനങ്ങളും കുറഞ്ഞത് 3 MH-6 ഹെലികോപ്റ്ററുകൾ നഷ്ടപ്പെട്ട വിമാനത്തിന്റെ ആകെ ചെലവ് ഏകദേശം $275 മില്യൺ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. അവയെല്ലാം US തന്നെ കുഴപ്പത്തിലായപ്പോൾ നശിപ്പിച്ചതാണ് എന്ന് പിന്നീട് പെന്റഗണും വിശദീകരിച്ചിരുന്നു. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ സൈനിക കമാൻഡർമാർ USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിട്ടു. അതിനുശേഷം ഏകദേശം 2200 മറൈനുകൾ വീതമുള്ള 2 മറൈൻ എക്സ്പെഡീഷണറി യൂണിറ്റുകൾ പസഫിക്കിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു. ഇറാന്റെ ഡ്രോണുകൾക്കും റോക്കറ്റുകൾക്കുമെതിരെ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി പെന്റഗൺ ഏഷ്യയിൽ നിന്ന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നീക്കി. തിരിച്ചുവിടപ്പെട്ട ആയുധങ്ങളിൽ ദക്ഷിണ കൊറിയയിലെ താഡ് സിസ്റ്റത്തിൽ നിന്നുള്ള പാട്രിയറ്റ് മിസൈലുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടുന്നു. താഡ് തകർന്നതിൻ്റെ വാർത്തയും അതിൻ്റെ ചെലവിൻ്റെ വിശദാംശങ്ങളും നമ്മൾ മറ്റൊരു വീഡിയോയിൽ പരിശോധിച്ചതാണ്. അമേരിക്കൻ കപ്പലുകളും വിമാനങ്ങളും അവയിൽ പ്രവർത്തിക്കുന്ന സൈനികരും വലിയ സമ്മർദ്ദത്തിലാണ്. ഇറാൻ യുദ്ധത്തിന് നിയോഗിച്ച സൈനികരുടെ ആവശ്യത്തിനുള്ള ഭക്ഷണ കാര്യത്തിൽ പോലും പ്രതിസന്ധിയുണ്ട് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തു വന്നത്. അടിസ്ഥാന ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി പോലും നടത്താനാകാത്ത സ്ഥിതി ഉണ്ട്. ഇറാൻ യുദ്ധം അമേരിക്കയ്ക്കുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയും നഷ്ടവും ഈ സാഹചര്യത്തിൽ ഇത്രമാത്രം ആഴത്തിലാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ ഇത് പല വിധത്തിൽ ബാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കയുടെ ചെലവും സാമ്പത്തിക പ്രതിസന്ധിയും ആയുധങ്ങളുടെ കുറവും സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെ പെന്റഗണിന്റെ നിഷേധക്കുറിപ്പ് വന്നിട്ടുണ്ട് എങ്കിലും അതിൻ്റെ കൂടി തുടർച്ചയായാണ്
ട്രംപിന്റെ അവകാശവാദവും വന്നത്. ഏത്? ഞങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങൾ കൊണ്ട് തന്നെ ലക്ഷ്യം നേടി എന്ന പ്രഖ്യാപനം, നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രഖ്യാപനം. എന്നാൽ അതുകൊണ്ട് ഇറാൻ യുദ്ധത്തിലുണ്ടായ ഡാമേജ് ട്രംപിന് മറികടക്കാനാകുമോ? എന്തായാലും സാമ്പത്തികമായും ആയുധശേഖരത്തിന്റെ കാര്യത്തിലും എളുപ്പമല്ല. പക്ഷേ രാഷ്ട്രീയമായി ട്രംപിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി ഇറാൻ യുദ്ധത്തെ അപേക്ഷിച്ചാണ് ഇപ്പോഴിരിക്കുന്നത്. യുദ്ധത്തിൽ US എത്തപ്പെട്ട ദയനീയ സാഹചര്യത്തിൽ ട്രംപിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടായി. അതിന് പിന്നാലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ അസ്വസ്ഥത രൂപം കൊണ്ടു. യുദ്ധം നീണ്ടാൽ 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്ന് റിപ്പബ്ലിക്കൻ നേതാക്കൾ തന്നെ നിലവിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ തന്നെ ട്രംപിന്റെ യുദ്ധം രാജ്യത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന നിലപാടിലാണ്. ഈ സാഹചര്യത്തെ അടിയന്തരമായി മറികടക്കാനാണ് ട്രംപിന്റെ നീക്കം. വലിയ ലക്ഷ്യം പ്രഖ്യാപിച്ച വമ്പൻ ആയുധശേഖരത്തിന്റെ ബലത്തിൽ യുദ്ധത്തിന് ഇറങ്ങിയിട്ട് ആയുധങ്ങളെല്ലാം തീർന്നിട്ടും ലക്ഷ്യത്തിൽ എത്താനാവാത്ത സ്ഥിതി, അതിനെ മറികടക്കാൻ ലക്ഷ്യം നേടിയെന്ന നരേറ്റീവും അതിനെ സഹായിക്കും വിധത്തിലുള്ള ഒരു രണ്ടാം വട്ട ചർച്ചയുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഹോർമൂസിലെ സംഘർഷങ്ങളൊക്കെ താൽക്കാലികം മാത്രം എന്നാണ് വിലയിരുത്തൽ. നമുക്ക് ഇത് ഏത് മട്ടിൽ അവസാനിക്കും എന്നതിനെ കാത്തിരിക്കുക തന്നെ വേണം അറിയാൻ. നന്ദി, നമസ്കാരം.